നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ലെസൺ 15 ഡിമാൻഡ് ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ട് മാർക്കറ്റിലൊക്കെ കേട്ടുവരുന്ന ഒരു ടേമാണ് ഡിമാൻഡ് എന്നത്. ഓൾറെഡി പ്രീവിയസ് ലെസണിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിൽ അവരുടെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതി, അൺലിമിറ്റഡ് വാണ്ട്സ് തുടങ്ങിയ കാര്യങ്ങളാണ് പഠിച്ചത്. സോ മാർക്കറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ. അതായത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിനും പർച്ചേസ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മാർക്കറ്റിൽ നിന്നാണ്. ഡേ ടു ഡേ മാർക്കറ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഗുഡ്സ്, ടൈപ്പ് ഓഫ് ഗുഡ്സ് പ്രധാനമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ ഡിമാൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൺസ്യൂമറിൻ്റെ വാണ്ട്സ് ആൻഡ് നീഡ്സ് ആണ്. ചിലപ്പോൾ ഡിമാൻഡ് ചില സാഹചര്യങ്ങളിൽ ഇൻക്രീസ് ചെയ്യും, ചില സാഹചര്യങ്ങളിൽ ഡിക്രീസ് ചെയ്യുന്നു. സോ ഈ ചാപ്റ്ററിലുടനീളം പറയുന്നത് ഡിമാൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. എന്താണ് പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്താണ് ഡിമാൻഡ്, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസയർ അല്ലെങ്കിൽ വാണ്ട്സ് ആൻഡ് ഡിമാൻഡ്സ് എന്തൊക്കെയാണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡും മാർക്കറ്റ് ഡിമാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ് എന്തൊക്കെയാണ്, ഒരു ലോ ഓഫ് ഡിമാൻഡ് എന്തൊക്കെയാണ്, ഒരു റീസൺ ഫോർ ദി ലോ ഓഫ് ഡിമാൻഡ്, എക്സെപ്ഷൻസ് ഓഫ് ഇനി ലോ ഓഫ് ഡിമാൻഡ് എന്തൊക്കെയാണ്, സോ ഹൈപ്പത്തറ്റിക്കൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് എന്തൊക്കെയാണ്, പ്രിപ്പയർ ദ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ, ഡ്രോ ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ്, സോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ആൻഡ് ഷിഫ്റ്റ് ഡിമാൻഡ് കർവ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുടനീളം പറയുന്നത്. മീനിങ് ഓഫ് ഡിമാൻഡ്, എന്താണ് ഡിമാൻഡിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഡിമാൻഡ് എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് കോമൺലി ഒബ്സർവ് ദാറ്റ് ദ പീപ്പിൾ ആൾട്ടർനേറ്റ്ലി യൂസ് ദ ടേംസ് ഡിസയർ, വാണ്ട്സ് ആൻഡ് ഡിമാൻഡ്സ്. എക്കണോമിക്സ് ഈസ് ദാറ്റ്സ് നോട്ട് സെയിം. ഡിസയർ മീൻസ് വിഷ് ടു ഹാവ് കമ്മോഡിറ്റിയാണ്. അതായത് ഓരോ കൺസ്യൂമറിൻ്റെയും വാണ്ട്സ്, നീഡ്സ്, ഡിസയർ അതിനെ ആസ്പദമാക്കിയിട്ടാണ് പ്രധാനമായും ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ദ ക്രേവിംഗ് ഫോർ ഓഫ് എ കമ്മോഡിറ്റി എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ അതർ ഹാൻഡ് വാണ്ട് ഈസ് ഡിസയർ ബാക്ക് എബിലിറ്റി ടു വില്ലിങ്നെസ് ടു പേ. അതായത് ഒരു വ്യക്തി തൻ്റെ വാണ്ട്സ് അല്ലെങ്കിൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ അവർ ആ ഒരു എമൗണ്ട് പേ ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ അവിടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡിമാൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഓഫ് ഡിസയർ ഓഫ് എനി കമ്മോഡിറ്റി, പർച്ചേസിങ് പവർ, വില്ലിങ്നെസ് ടു സ്പെൻഡ്. ഒരു വ്യക്തി വാങ്ങുന്ന പർച്ചേസിങ് പവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കമ്മോഡിറ്റി, ആ സാധനത്തിനെ കുറിച്ചുള്ളത്, ആ ഒരു കൺസ്യൂമർക്ക് ആ കൺസ്യൂം ചെയ്യേണ്ട ആ പർച്ചേസിങ് പവേഴ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡിമാൻഡിലൂടെ പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ വില്ലിങ്നെസ് ടു ബൈ എ ഗിവൺ പ്രൈസ് ഡ്യൂറിങ് ദ ഗിവൺ പീരീഡ് ഓഫ് എ ടൈം. ഒരു പ്രത്യേക സമയത്ത്, ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഒരു കൺസ്യൂമർ ആ ഒരു പ്രൊഡക്റ്റ് പൈസ കൊടുത്ത് വാങ്ങാൻ, ആ സർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് പൈസ കൊടുത്ത് വാങ്ങാൻ വില്ലിങ് ആണെങ്കിൽ അപ്പോഴാണ് ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ എസെൻഷ്യൽസ് എലമെൻറ്റ്സ് ഓഫ് എനി ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ആ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ആ ഒരു ഗുഡ്സ് ആയിക്കോട്ടെ, ആ ഗുഡ്സിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എസെൻഷ്യൽസ് ആണ്. സോ ഒരു ക്വാണ്ടിറ്റി ഓഫ് ദിസ് കമ്മോഡിറ്റി, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ആ സ്പെസിഫൈ പ്രൈസിന് കിട്ടുമെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടിയിരിക്കുന്നുള്ളതാണ്. പീരീഡ് ഓഫ് ടൈം, അത് ഡേ ആയിക്കോട്ടെ, വീക്ക് ആയിക്കോട്ടെ, മന്ത് ആയിക്കോട്ടെ, ഇയർ ആയിക്കോട്ടെ, അതും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എസെൻഷ്യൽസ് ആണ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഓർ അതർ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് നോക്കാം. ഫോർ എ കമ്മോഡിറ്റി റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ബയേഴ്സ് ബൈയിങ് ടു പേ ഓഫ് ദി സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഡിമാൻഡാണ്. മലയാളത്തിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ചോദനം എന്നാണ് പറയുക. അതായത് ഒരു ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ അളവിനനുസരിച്ച് ഒരു കൺസ്യൂമർ ആ ഒരു പ്രൊഡക്റ്റ് ഗിവൺ പീരീഡിനുള്ളിൽ വാങ്ങാൻ തയ്യാറാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് ആ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് മാർക്കറ്റിംഗ് ഡിമാൻഡ്. മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ ഗുഡ്സ് മീൻ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഓൾ ദ ബയേഴ്സ് ഗുഡ് വില്ലിംഗ് ടു പേ ദ പ്രൈസ് ഓഫ് ഗിവൺ പീരീഡ്. ഒരു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഗിവൺ പീരീഡിന്, ഗിവൺ ടൈമിനുള്ളിൽ വാങ്ങുകയാണെന്ന് വെച്ചാൽ അതിനെ പറയുന്ന പേരാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്നത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി എന്നുള്ളതാണ്. ദർ ആർ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കൺസ്യൂമർ ഡിസിഷൻസ്
ഡിസിഷനെ, അതുപോലെ ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്നതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ആയിക്കോട്ടെ, ഒരു ഗുഡ്സ് ആയിക്കോട്ടെ, ഒരു ഇൻകം ബയർ ചെയ്യുന്ന കമ്മോഡിറ്റി ആയിക്കോട്ടെ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് എനി ബയേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ഓഫ് എനി ഡിമാൻഡ് ഓഫ് എനി കമ്മോഡിറ്റിയാണ്. അതായത് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് റിമൈനിങ് ദർ വാസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് കമ്മോഡിറ്റി ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇറ്റ്സ് ബയേഴ്സ് ആണ്. അതായത് ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ് കടയിൽ നിന്ന് എന്ന് വെച്ചാൽ, അതായത് ഒരു ഉൽപ്പന്നം വാങ്ങുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ മാർക്കറ്റ് കോമ്പറ്റീഷൻ അനുസരിച്ച് പോലും. കാരണം ആ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക. സോ ഇത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് പ്രൈസ് ഓഫ് ദിസ് കമ്മോഡിറ്റി. ഇനി പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ദർ ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗുഡ്സ് ആവാം, കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആവാം. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഒന്നിന് പകരമായിട്ടുള്ള ഗുഡ്സ്, ഇത്തരത്തിൽ പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ് അനുസരിച്ചിട്ട് കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സോ ലൈക്ക് എ ടീ ഓർ കോഫി, ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗുഡ്സ് ആണ്. കാരണം ഒന്നല്ലെങ്കിൽ മറ്റേത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗുഡ്സ് പറയുന്നത്. പിന്നെ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആർ ദോസ് ഗുഡ് വിച്ച് ആർ സാറ്റിസ്ഫൈ ദ പെർട്ടിക്കുലർ വാണ്ട്സ്. ഒരു പെർട്ടിക്കുലർ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗുഡ്സ് ആണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് കാറ് അല്ലെങ്കിൽ പെട്രോൾ, അതൊക്കെ കോംപ്ലിമെൻ്ററി ഗുഡ്സിൽ വരുന്നതാണ്. അതുകൊണ്ട് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ നമ്പർ ഓഫ് എനി ബയേഴ്സ്. അതായത് മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രധാനമായും കൺസ്യൂമർ, ബയേഴ്സ്, സെല്ലേഴ്സ് തുടങ്ങിയവയുടെ ഉറവിടമാണ്. സോ ചേഞ്ചസ് ഇൻ നമ്പർ ഓഫ് എനി ബയേഴ്സ്, വെൻ ദ പ്രൈസ് ഈസ് ഫാൾ ദ ഓൾഡ് ബയേഴ്സ് ഡിമാൻഡ് മോർ കമ്മോഡിറ്റീസ്, റെഡ്യൂസ്ഡ് പ്രൈസ്, ന്യൂ ബയേഴ്സ് ഈസ് സ്റ്റാർട്ടിംഗ് ദ ബൈ ഓഫ് ദിസ് കമ്മോഡിറ്റി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇത് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ബയേഴ്സ് ഓഫ് എനി കമ്മോഡിറ്റി പാർട്സ്. അതായത് നമ്പർ ഓഫ് ബയേഴ്സ് ചില സമയത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രത്തോളം പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാനുണ്ടാവില്ല. സോ ഇതും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഡൈവേഴ്സ് യൂസസ് ഓഫ് എനി കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഇസ് എ മിൽക്ക് ഈസ് യൂസ് ടു എ ഡ്രിങ്കിങ് ഫോർ സ്വീറ്റ് പ്രിപ്പറേഷൻ, ഐസ്ക്രീം എക്സെട്ര തുടങ്ങിയ കാര്യങ്ങളും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. ഇനി എക്സെപ്ഷൻസ് ടു ദി ലോ ഓഫ് ഡിമാൻഡ്. ഒരു ലോ ഓഫ് ഡിമാൻഡിൻ്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത് വന്ന് ഗിഫൺ ഗുഡ്സ് ആയിരിക്കണം. ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എനി ഇൻഫീരിയർ ഗുഡ്സ് ആണ്. സോ ഇത്തരത്തിലുള്ള ഗുഡ്സ് എന്ന് പറയുന്നത് നോട്ട് ഫോളോ ഓഫ് ദി ലോ ഓഫ് ഡിമാൻഡ് ഈസ് ഓൾസോ മെയിൻലി പ്രൈസ് റൈസസ് ചെയ്യുന്നതിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത് ബജ്രാസ്, ജോവർ എക്സെട്ര അത്തരത്തിലാണ് ഗിഫൺ ഗുഡ്സിൽ പറയുന്നത്. ഇനി സ്റ്റാറ്റസ് സിമ്പൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഈസ് ദ ഗുഡ്സ് ആർ യൂസ്ഡ് ബൈ ദ റിച്ച് പീപ്പിൾസ്. സ്റ്റാറ്റസ് സിമ്പിൾസ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാറ്റസ് സിമ്പിൾ ഗുഡ്സ്, അതായത് ഡയമണ്ട്, ഗോൾഡുകൾ, ജ്വല്ലറീസ് അതൊക്കെയാണ് ഇതിൽ വരുന്നത്. നെസസിറ്റി കമ്മോഡിറ്റീസ് ആർ സച്ച് ആസ് മെഡിസിൻസ്, സോൾട്ട്, ഫോർസ്, അതായത് ഒരാൾക്ക് യൂസ് ചെയ്യേണ്ട നെസസിറ്റി അത്യാവശ്യമായിട്ടുള്ള ഗുഡ്സുകൾ. സോ അത്തരത്തിലുള്ള ഗുഡ്സുകളെ പറയുന്നതാണ് നെസസിറ്റി ഓഫ് എനി ഗുഡ്സ് എന്നുള്ളത്. ഇനി അടുത്തത് നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ബയേഴ്സും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കൺസ്യൂമറുടെ അല്ലെങ്കിൽ ഒരു ബയറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ഡേ ബൈ ഡേ ആണ്. സോ അതും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മാർക്കറ്റിംഗ് ഡിമാൻഡ് എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ബയേഴ്സ് ഇൻ ദ മാർക്കറ്റ് ഉണ്ടാവും. സോ മാർക്കറ്റിൽ നമ്പർ ഓഫ് ബയേഴ്സ് ഉണ്ടാവും. സോ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കൺസിഡർ ചെയ്യണം. സോ അത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് എനി ഇൻകം ആൻഡ് വെൽത്ത്, വരുമാനവും അതിലുള്ള വെൽത്തും കൃത്യമായ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓഫ് എനി മാർക്കറ്റിംഗ് ഡിമാൻഡ് ഓഫ് എനി കമ്മോഡിറ്റീസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സീസൺ ആൻഡ് വെതർ കണ്ടീഷൻസ്. എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലൈമറ്റ്. ആക്ച്വലി ചില ക്ലൈമറ്റിൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ മഴക്കാലം, അതായത് റെയിനി സീസൺസ് ഒക്കെയാണെന്ന് വെച്ചാൽ അംബ്രല, കുടയ്ക്കുള്ള ഇത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ വേനലായിട്ടുള്ള ഹോട്ടായിട്ടുള്ള സീസൺസ് ഒക്കെയാണ് എന്ന് വെച്ചാൽ ഐസ്ക്രീം. പക്ഷേ ഈ മഴക്കാലത്ത് ഈ റെയിനി സീസണിലൊക്കെ ഐസ്ക്രീമിൻ്റെ റേറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കുറവായിരിക്കും. അതുപോലെ ക്രിസ്മസിന് എന്ന് വെച്ചാൽ സ്റ്റാറിൻ്റെ ഡിമാൻഡ് കൂടും. ഓണമാണെന്ന് ഫെസ്റ്റിവൽസ് ആണെന്ന് വെച്ചാൽ ഓണത്തിനൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്ലവേഴ്സ് അതിൻ്റെ ഡിമാൻഡ് കൂടും. സപ്പോസ് ഇപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് ചിലപ്പോൾ ഫ്ലവറിൻ്റെ ഡിമാൻഡ് കുറവായിരിക്കും. അപ്പോൾ സീസൺസ് ആൻഡ് വെതർ കണ്ടീഷൻസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ്
നിയമം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് കമ്മോഡ്ലി ഇൻവേഴ്സ് റിലേറ്റഡ് ടു ദ പ്രൈസ് ആണ്. ഒരു ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് റിലേറ്റഡ് ടു ദ പ്രൈസ് ആണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ആസ് റൈസസ് ആസ് ദ പ്രൈസ് ഈസ് ഫാൾസ്, ഡിമാൻഡ് ഫാൾസ്, ദ പ്രൈസ് പ്രൊവൈഡർ റിമെയിൻ അൺചേഞ്ച്ഡ് എന്നാണ് പറയുന്നത്. അതായത് ഈ ചിത്രം നോക്കൂ, ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻഡിൽ ഒരു ടേബിളാണ് ഇതിൽ പറയുന്നത്. ഇതിൽ പ്രൈസ് 1 തൊട്ട് 5 വരെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡിമാൻഡിൻ്റെ ക്വാണ്ടിറ്റി 10 തൊട്ട് 2 വരെയാണ് കൊടുത്തിരിക്കുന്നത്. സോ പ്രൈസ് എങ്ങനെയാണ് ഇവിടെ ഈ ഗ്രാഫിൽ പ്രൈസിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ആണ് ചെയ്തിരിക്കുന്നത് 0 to 5 വരെ. സോ അതുപോലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 2 മുതൽ 10 വരെ ആണ് ചെയ്തിരിക്കുന്നത്. സോ ഡിമാൻഡ് എന്ന് പറയുന്നത് സ്ലോപ്പ് എന്ന് പറയുന്നത് അപ് ടു ഡൗൺ ആയിരിക്കും. സോ ഇവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിക്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി റൈസസ് ആസ് ദ ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി ഹാസ് ടു ബി ഡിക്രീസസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ ഡിമാൻഡ് ഡിക്രീസസ് ആവും എന്നുള്ള പ്രിൻസിപ്പിളാണ് ഈ ലോ ഓഫ് ഡിമാൻഡിൽ പറഞ്ഞിരിക്കുന്നത്. Assumptions of any law of demand: as the price of substituted goods do not changes, the complementary goods do not changes. Income of the buyers എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. There's no changes of the taste and preference of any buyers എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ റീസൺ ഫോർ ഓപ്പറേഷൻ ഓഫ് any law of demand, എന്തൊക്കെ റീസൺ ആണ് ഒരു ലോ ഓഫ് ഡിമാൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഈസ് ഓൾസോ മെയിൻലി വി കൺസ്യൂം മോർ യൂണിറ്റി ഓഫ് എനി കമ്മോഡിറ്റി പറയുന്നതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ഇൻകം എഫക്റ്റ് ആണ്. ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഫാൾസ് ആയിരിക്കും. സോ പർച്ചേസിംഗ് പവർ ഓഫ് എനി കൺസ്യൂമർ ഈസ് ടു ബി മോർ ക്വാണ്ടിറ്റി ഓഫ് എനി കമ്മോഡിറ്റീസ് വിത്ത് ദ സെയിം മണി ഓഫ് എനി ഇൻകം ആയിരിക്കും. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഫാൾസ് ഈസ് കമ്പയർ ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് എനി ഗുഡ്സ് എന്നുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എഫക്റ്റിൽ പറയുന്നത്. ചേഞ്ചസ് ഇൻ നമ്പർ ഓഫ് ബയേഴ്സ്, ഡൈവേഴ്സ് യൂസ് ഓഫ് കമ്മോഡിറ്റി തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ എക്സെപ്ഷൻസ് ഉണ്ട് ഒരു ലോ ഓഫ് ഡിമാൻഡ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗിഫൺ ഗുഡ്സ് ആയിരിക്കണം, സ്റ്റാറ്റസ് സിമ്പിൾ ഗുഡ്സ് ആയിരിക്കണം, അത്യാവശ്യത്തിന് നെസസിറ്റിക്കുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഡിമാൻഡഡ് ബൈ ദ ഇൻഡിവിജ്വൽ ബയർ ഡിഫറെൻറ്റ് പ്രൈസ്. പലതരത്തിലുള്ള കമ്മോഡിറ്റീസ് ഇൻഡിവിജ്വൽ ബയേഴ്സ് ഡിഫറെൻറ്റ് പ്രൈസസിന് ചെയ്യുന്നതാണ് ഡിഫറെൻറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾസ് എന്നതുകൊണ്ട് ഇവിടെ പ്രധാനമായിട്ടും മീൻ ചെയ്യുന്നത്. ഇവിടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് നോക്കൂ. ഇതിൽ ഒരു ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പ്രൈസ് 50 to 19 വരെയുണ്ട്. സോ ക്വാണ്ടിറ്റി ഡിമാൻഡ് 1 to 5 വരെയാണ് പറയുന്നത്. സോ ഡിമാൻഡ് കർവീസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ദി ലോ ഓഫ് ഡിമാൻഡ് ആണ്. സോ ഇതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു ഗ്രാഫ് പേപ്പറിലൊക്കെയാണ് നമ്മൾ പ്രധാനമായും ചെയ്യുക. ദ ഗെറ്റ് വിച്ച് ഈസ് കോൾഡ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് മെയിൻലി ഡിറ്റർമൈനിങ് ഓഫ് ദിസ് ഗ്രാഫ് പേപ്പർ ഈസ് ഓൾസോ കോൾഡ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് എന്നുള്ളതാണ് പറയുന്നത്. സോ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഡിമാൻഡ് ഷെഡ്യൂളാണ്. അത് നെക്സ്റ്റ് ഗ്രാഫിൽ പറയുന്നുണ്ട്. സോ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഹാസ് ടു ബി ദ പ്ലോട്ട് അറ്റ് ദ ഡിമാൻഡ് കർവ് ഓഫ് എനി ഗ്രാഫ് പേപ്പർ ഈസ് ഓൾസോ വിൽ ബി ഫോളോയിങ് ഫിഗേഴ്സ്. ഇതിലെന്ന് പറയുന്നത് പ്രൈസ് 15 to 19 ആണ്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് 3 to 21 ആയിരിക്കും. സോ ഇതാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് A+B+C എന്നുള്ള ഫോർമുല ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. മൂവ്മെൻറ്റ് അലോങ് ദി ഡിമാൻഡ് കർവ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതായത് ഡിമാൻഡ് കർവിൻ്റെ ക്വാണ്ടിറ്റിയുടെ അളവിനനുസരിച്ചിട്ട് ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വ്യത്യാസം വരുന്നുണ്ട്. സോ ഇവിടെ പ്രൈസ് P1 P2 ഇൻക്രീസ് ചെയ്യുമ്പോൾ Q1 Q2 ഓട്ടോമാറ്റിക്കായി Q2 Q1 ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എക്സ്പാൻഷൻസ് ഓഫ് എനി ഡിമാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ പറയാം. ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചാർട്ടിലൂടെ പറയുന്നത്. ഇനി ഇത് ഷിഫ്റ്റ് ദ ഡിമാൻഡ് കർവ്, അത് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് വെൻ ദ ഡിമാൻഡ് ഓഫ് ദി കമ്മോഡിറ്റി ചേഞ്ചസ് ഡ്യൂ ടു എനി ഫാക്ടേഴ്സ് ഓഫ് എനി പ്രൈസ് ഈസ് നോൺ എ ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റ് ഓഫ് എനി ഡിമാൻഡ് കർവ്, അതുപോലെ ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ്, അതുപോലെ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് വെൻ ദ ഡിമാൻഡ് ഓഫ് എനി കമ്മോഡിറ്റി ഡ്യൂ ടു ചേഞ്ചസ് ഇൻ എനി ഫാക്ടേഴ്സ് പ്രൈസ് ഓഫ് എനി കമ്മോഡിറ്റി. ഒരു പ്രൈസിൻ്റെ ഫാക്ടേഴ്സ് അനുസരിച്ചിട്ട് ആ ഡിമാൻഡ്
ചേഞ്ചസ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ ആ ഡിമാൻഡിൽ ചേഞ്ച് വരും. ഷിഫ്റ്റ് ഓഫ് ഇനി ഡിമാൻഡ് കർവ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് D1 D2 ഡിമാൻഡ് 1 ഡിമാൻഡ് 2 ആണ്. സോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ അളവിലും ചേഞ്ച് വരുന്നുണ്ട്. ക്വാണ്ടിറ്റി കൂടുമ്പോൾ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കായി കൂടും. സോ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി കൂടും എന്ന പ്രിൻസിപ്പിളൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു ഇതാണ് ഫോർമുലയാണെന്നാണ് പറയുന്നത്. സോ ഈ ചാപ്റ്ററിൽ എന്താണ് ഡിമാൻഡ് എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ഈസ് എ ക്വാണ്ടിറ്റിയാണ്. കൺസ്യൂമർ ഒരു ഗിവൺ പീരീഡിൻ്റെ ഉള്ളിൽ ആ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിലുള്ള ഡിമാൻഡ് വ്യത്യാസം വരും. സോ ഡിസയർ പറയുന്നുണ്ട്, പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഗുഡ്സ്, ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ് കർവ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇതാണ് ഡിമാൻഡ് എന്നുള്ള ചാപ്റ്റർ. താങ്ക് യു ഫോർ വാച്ചിങ് ഇൻ ഓൺലൈൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമി.